ഈ ആനേനെ ഞങ്ങൾ പോറ്റണതിൻ്റെ പൈസയെങ്കിലും ഞങ്ങൾക്ക് തരികയായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാം. ഇതുപോലെയാണ് ഞങ്ങൾ ആനേനെ പോറ്റണത്. കർഷകൻ്റെ ഇതിലാണ് കാട്ടുമൃഗങ്ങളെല്ലാം വളരുന്നത്. ഇത് എൻ്റെ പറമ്പ് മാത്രമല്ല, ഈ സമൂഹത്തിലുള്ള ഇവിടെയുള്ള 90% വീട്ടുകാരുടെയും സ്ഥിതി ഇതാണ്. ഒരാളെ ഇവിടെ നിർത്തുകയാണെങ്കിൽ എനിക്ക് തരേണ്ട നഷ്ടപരിഹാരത്തിൻ്റെ പകുതി പൈസ ഉണ്ടെങ്കിൽ അവനിവിടെ നിൽക്കും, അവനൊരു തൊഴിലാവും. ഞങ്ങളുടെ ജീവിതം ഇതാണ്. ആയുസ്സുകാലം മുഴുവനും ജീവിക്കാനുള്ളതാണ് ഞങ്ങൾ ഈ കാപ്പി, ഈ അടയ്ക്ക, കുരുമുളക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ആന ശല്യം ചെയ്യുന്നു, ആന തീർത്ത് കളയണം. അപ്പോൾ പിന്നെ ഞങ്ങളെങ്ങനെ ജീവിക്കും? സർക്കാർ ഇതിന് ഉത്തരവാദിത്വം പറയണ്ടേ? നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ വടക്കനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. വടക്കനാട് പണയമ്പം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടിരുന്നു വടക്കനാട് കാട്ടാന ഇറങ്ങിയിട്ട് ഒരു കർഷകൻ്റെ ഒത്തിരി കവുങ്ങും തെങ്ങും ഒക്കെ നശിപ്പിച്ച കാഴ്ച നമ്മൾ കണ്ടിരുന്നു. രാജൻ എന്ന് പറഞ്ഞ ചേട്ടൻ്റെ. ഇന്ന് നമ്മൾ അതിനോട് ചേർന്ന് തന്നെയുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. അവിടെയും ഇതേ സാഹചര്യം, ഇതിലും ഒരുപക്ഷെ അതിലും രൂക്ഷമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. നമ്മൾ ഏതായാലും ആ ഒരു പറമ്പ് കാണാനായിട്ട് പോകുന്നത്. ഓരോ ദിവസവും ഇതിങ്ങനെ വർദ്ധിച്ച് വരുവാണ് ഇത്തരം വിഷയങ്ങളൊക്കെ. കാട്ടാനകൾ ഒരു ദാക്ഷിണ്യം ഇല്ലാതെ പറമ്പ് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളേതായാലും ആ സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നത്. ഈ ചേട്ടൻ്റെയാണ് ഈ പറമ്പ്. നമ്മളേതായാലും ഇങ്ങോട്ട് പോകാം കേട്ടോ. ഇവിടെ എല്ലാം വാഴക്കൃഷിയും കവുങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഏതായാലും നമുക്ക് അങ്ങോട്ട് പോവാം. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? PC മത്തായി. ഇവിടെ സ്ഥിരം ആന ഇറങ്ങുന്നുണ്ടോ? സ്ഥിരം ആന ഇറങ്ങില്ല ആണല്ലേ. ഒത്തിരി എൻ്റെ ഇപ്പോൾ 1 ഏക്കർ സ്ഥലത്തോളം തമർത്തും ആന. അടയ്ക്കയും മറ്റേ വാഴ തീരെ ഇല്ലാണ്ടാക്കി. പിന്നെ തെങ്ങ്, പിന്നെ ചെറിയ കാപ്പി തൈ വെച്ചത്, വലിയ കാപ്പി കായ്ക്കണത്, ഇങ്ങനെ 1 ഏക്കർ സ്ഥലത്തോളം ആന തകർത്ത് കളഞ്ഞു. ആണല്ലേ. ഇതിപ്പോൾ ഡെയിലി ഇറങ്ങുകയാണ്. എല്ലാ ദിവസവും ഇറങ്ങുന്നുണ്ടല്ലോ. എല്ലാ ദിവസവും ഇറങ്ങുന്നുണ്ട്. അവരോട് പറയുമ്പോൾ ചെറിയ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് DFനോട് മുകളിലേക്കുള്ള ആൾക്കാരോട് പറയാനാണ് പറയുക. അപ്പോൾ സാധാരണക്കാരന് ഇപ്പോൾ അങ്ങനെ പോയി പറയാൻ പറ്റുമോ? അതെ അതെ. അവരുടെ അടുക്കൊന്നും ചെല്ലാൻ പറ്റുമോ? അതെ. ഇപ്പോൾ DFൻ്റെ അടുക്കൊക്കെ കയറി ചെല്ലണമെങ്കിൽ തന്നെ ഇപ്പോൾ ഒരാളെ കൂട്ടിക്കൊണ്ട് വേണം പോകാൻ. അതെ അതെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ട് ആരൊക്കെയോ ചെന്ന് കഴിഞ്ഞിട്ട് അവർ പിടിച്ച് അകത്തിട്ട് ഇല്ലാത്ത പേരും പറഞ്ഞ് ഇല്ലാത്ത കേസ് ഉണ്ടാക്കിയിട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ പേടിച്ചിട്ട് അവരുടെ അടുക്കൊക്കെ ചെല്ലാതിരിക്കുക. ആ സ്ഥിതിയിലായി. ഭീഷണിയാണ് മൊത്തത്തിൽ. ആന രാത്രി വരിക, ഇത് ആനേനെ പറഞ്ഞു വിടും പോലെയാണ്. നീ പോയി തിന്നിട്ട് നശിപ്പിച്ചിട്ട് എന്നും പറഞ്ഞ് വിടും പോലെയാണ് ഇപ്പോൾ ആന വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് കയറിയതാണ് ഇവിടെ. ഇന്നലെ അവിടെ കയറി. ഇന്നിപ്പോൾ ഏത് ഭാഗത്താണ് കയറുക എന്നുള്ള അറിയില്ല. അങ്ങനെ ഓരോ ദിവസം മാറി ആദ്യം മിനിഞ്ഞാന്ന് കയറിയത് നമുക്കൊന്ന് കാണാം. എന്നിട്ട് നോക്കി ഇന്ന് കയറിയത്. നമ്മളേതായാലും ആ ചേട്ടൻ്റെ പറമ്പ് കാണാനായിട്ട് പോകുക കേട്ടോ. ചേട്ടൻ പറയുന്നത് കേട്ടല്ലോ, വളരെ ഭീകരമായ സിറ്റുവേഷനാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ഇവർക്ക് കിട്ടേണ്ട ഒരു സപ്പോർട്ട് പോലും കിട്ടുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു വിഷയം തന്നെയാണ് കേട്ടോ. ചേട്ടൻ ഇവിടെ ഈ സ്ഥലം ചേട്ടൻ്റെ കയ്യിൽ എത്ര വർഷമായിട്ടുണ്ട്? ഞാൻ ഇവിടെ എനിക്ക് 72 വയസ്സായി. ഇപ്പോൾ ഈ 72 വയസ്സിൽ 6 വയസ്സുള്ളപ്പോൾ മുതൽ ഞാൻ ഈ സ്ഥലത്ത് തന്നെയാണ്. 6 വയസ്സ് മുതൽ ഇങ്ങോട്ട് ഈ 72 വയസ്സ് വരെയും ജീവിച്ചത് ഇവിടെ തന്നെയാണ്. 66 വർഷം അല്ലേ? 66 വർഷം. ഈ 66 വർഷത്തിനിടകൊണ്ട് ഇപ്പോൾ ഈ ഒരു 3 വർഷമായിട്ടാണ് ഈ മൃഗങ്ങളുടെ ശല്യം ഇങ്ങനെ ഭയങ്കരമായ ശല്യം തുടങ്ങിയിരിക്കുന്നത്. ഇത് ഫോറസ്റ്റിൻ്റെ ബൗണ്ടറിയാ? ബൗണ്ടറിയാണ്. വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം കേട്ടോ. ഇതാണ് ആനമതിൽ. ആനമതിൽ ഇതിപ്പോൾ പുതിയതായിട്ട് ഞാൻ പിന്നെ കുറേ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കി ഡെപ്യൂട്ടി റേഞ്ചറോട് കുറേ വഴക്കൊക്കെ കൂടിയതിന് ശേഷം ഇവിടെ ഇത്രയുടെ ഒന്ന് ശരിയാക്കി തന്നതാണ്. മറ്റേത് ഒരൊറ്റ ലെവലായിരുന്നു. ഇങ്ങനെ കയറി പോരുമായിരുന്നു. അങ്ങനെ കയറി പോരുമായിരുന്നു. ചേട്ടൻ്റെ പഴയ വീടാ? ഇതെൻ്റെ പഴയ വീടാണ്. ഞാൻ ഇവിടുന്ന് മാറിയിട്ടിപ്പോൾ 10 വർഷമേ ഉള്ളൂ. അതുവരെ ഇവിടെ താമസിച്ചിരുന്നത്. ഇതൊക്കെ റിയൽ എസ്റ്റേറ്റുകാരുടെ കയ്യിലിരിക്കണം അല്ലേ? റിയൽ എസ്റ്റേറ്റുകാർ സ്ഥലം മേടിച്ച് കൂട്ടി വെച്ചൊക്കെ നാട്ടിൽ കാണുന്നത്. അവിടെ ഒന്നും ചെയ്യല, അവരിങ്ങനെ കാട് പിടിച്ച് കിടത്തും. സ്വാഭാവികമായിട്ടും തൊട്ടടുത്തുള്ള പ്രദേശത്തുള്ള വീട്ടുകാർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാവില്ല. അവർ ഈ സ്ഥലം ഇങ്ങനെ വാങ്ങിയിടുന്ന കാടും വിട്ടൂല, ഒന്നും ചെയ്യില്ലാണ്ട് അടുത്ത് താമസിക്കുന്ന വീട്ടുകാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി. അടുത്ത് താമസിക്കുന്ന വീട്ടുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. ഇതെല്ലാം ആന കളഞ്ഞിട്ടിരിക്കുന്നതാണ്. ഈ കവുങ്ങുകളെല്ലാം അത് ആ തെങ്ങൊക്കെ ആന കളഞ്ഞേക്കണം. അപ്പുറത്ത് 2 തെങ്ങ് കളഞ്ഞിട്ടുണ്ട്.
ഈ രാത്രി ഈ കഴിഞ്ഞ രാത്രി കളഞ്ഞതാണിത്. ഇത് കഴിഞ്ഞ രാത്രിയാ? ആ, ഇത് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ രാത്രി. ഈ കഴിഞ്ഞ രാത്രിത്തെ വേറെ ഉണ്ട്. ഇത് അതുപോലെ തന്നെ ഈ സാധനം ഇത് മറിച്ചിടുന്നത്. ഇത് മറിച്ചിടുന്നത് ഇത്രേ തിന്നുന്നുള്ളൂ. ഇത്രയും ഭാഗം തിന്നും. ബാക്കിയുള്ള ഭാഗം എത്ര കൊലയാന്ന് നോക്ക് അതിന്. അതിപ്പോൾ ഈ ഒരു കവുങ്ങിന് ആകെ കിട്ടാൻ പോകുന്നത് അവർ തരുന്നത് 700 രൂപയാണ്. 700 രൂപ? 700 രൂപ ഇത്ര ആയൊരു കവുങ്ങിന്. എത്ര വർഷം ആയ കവുങ്ങ് അത്? ഇതിപ്പോൾ ഒരു 15 വർഷം കഴിഞ്ഞിട്ടുണ്ട് ഈ കവുങ്ങ്. എല്ലാം വലിയ വലിയ കവുങ്ങ്. ആ, ഇനിയിപ്പോൾ ഇതിൻ്റെ ശരിയായ കാവലം കാസർഗോഡിനായതുകൊണ്ട് ഇപ്പം മുതലേ കിട്ടുള്ളൂ. അല്ലേ? ഒരു 10 വർഷം കൂടെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ശരിയായ കാവലം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതുപോലെ തന്നെ 100 കണക്കിന് കാപ്പി. ഒരേ ആന തന്നെയാണ് സ്ഥിരമായിട്ട് ഇറങ്ങുന്നത്? ആ, ഒരാന തന്നെയാണ് സ്ഥിരമായിട്ട് ഇറങ്ങുന്നത്. ഞാനതിനെ പല വട്ടം അവരോട് ഈ ആനയെ പിടിച്ചിട്ട് വെടിവെച്ച് പിടിച്ചിട്ട് നോക്കാൻ പറഞ്ഞു. പക്ഷെ അവർ നോക്കില്ല. ഇതുണ്ടോ കാപ്പിയൊക്കെ കളഞ്ഞിട്ടില്ല. എത്ര കവുങ്ങെന്നറിയോ? ഇതിപ്പോൾ അവർ പിടിക്കുകയാണ് ഈ ആനയെന്ന് വരില്ലേ, ജനങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ട് വരില്ല. ഇത്രയും നഷ്ടം ഇവർ കാര്യമായിട്ടുള്ള നഷ്ടങ്ങളൊന്നും തന്നില്ല. കാര്യമായിട്ട് നഷ്ടം തന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ചുരുങ്ങിയത് ഒരു 3-4-5 ലക്ഷം ഉറുപ്പ്യൻ്റെ കാർഷിക വിളകൾ ഇപ്പോൾ പോയിട്ടുണ്ട്. അതേ സമയത്ത് കിട്ടുകയാണെങ്കിൽ ഒരു 10,000-20,000 അല്ലെങ്കിൽ 50,000 രൂപ ഒരു 4-5 തവണയായിട്ട് തരും. അതുകൊണ്ട് എന്താ കാര്യമുള്ള ഞങ്ങൾ ഇത് വെച്ച് പിടിപ്പിച്ചിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ച് പിടിപ്പിച്ചിട്ട് ഒരു മരം വെച്ച് ഇത്ര ആവണമെന്ന് തന്നെ എത്ര സംഖ്യ മുടക്കുമെന്നറിയോ? ഒരു 10,000 ഉറുപ്പ്യയിൽ മേലെ ഇതിന് ഓരോ കൊല്ലം വളമിട്ട് എല്ലാം കൂടി സംരക്ഷിച്ച് കൊണ്ടുവരുമ്പോൾ ഈ ഇത്രയും 2 ഏക്കർ സ്ഥലത്ത് ഒരു 10,000-20,000 രൂപയുടെ വളം തന്നെ വേണം. കാലിവളമായിട്ടും അതിൻ്റെ പണിയായിട്ടും കൂലിയായിട്ടും എല്ലാം കൂടി. പിന്നെ ഇങ്ങനെയുള്ള ഇതും കൂടി വന്നു കഴിയുമ്പോൾ ജനങ്ങളെങ്ങനെ ജീവിക്കും? സർക്കാർ വില കൂട്ടിയപ്പോൾ സർവത്ര സാധനത്തിനും വില കൂട്ടി. ഉപ്പ് മുതൽ കൽപ്പൂരം വരെ വില കൂട്ടി. ഒരു കിലോ അരി ഇപ്പം ഇന്ന് കിട്ടണമെന്നല്ല കൃഷിക്കാരനൊന്ന് കിട്ടണമെങ്കിൽ 50 രൂപ കൊടുക്കണം. ഒരു കൃഷിക്കാരന് ഇവിടെ ഈ വയനാട്ടിൽ ഇവിടെ പണിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കൂലിപ്പണിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനാകെ കിട്ടണത് 700 രൂപ മുതൽ 600 രൂപ വരെ കിട്ടുള്ളൂ. ഈ 600 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഇന്നിപ്പം മത്തിക്ക് കൊടുക്കണം, നിസ്സാരം ചാളയ്ക്ക് 400 രൂപ കൊടുക്കണം. പിന്നെ അവൻ്റെ കയ്യിൽ എന്ത് ബാലൻസ് ഉണ്ടാവും? പിന്നെ അവൻ എങ്ങനെ ജീവിക്കും? പിന്നെ ഇങ്ങനെ മൃഗങ്ങളും കൂടെ തുടങ്ങിയാൽ എങ്ങനെ ജീവിക്കും മനുഷ്യർ? ഇത് എൻ്റെ പറമ്പ് മാത്രമല്ല, ഈ സമൂഹത്തിലുള്ള ഇവിടെയുള്ള 90% വീട്ടുകാരുടെയും സ്ഥിതി ഇതാണ്. ഇത് ഇവിടെ തന്നെയല്ല, അങ്ങോട്ട് പോകാൻ നമുക്ക് കാണിച്ചു തരാം. കാപ്പി ഒരു 5 വർഷമെങ്കിലും ആകുമ്പോഴേ കാവലം തുടങ്ങുള്ളൂ. ഈ ആന കളഞ്ഞു കിട്ടുന്നത് കായ്ക്കണ കാപ്പികൾ എത്ര എണ്ണം കളഞ്ഞു? മുകളിലേക്ക് ഇതാ വളം ഇടുന്നത് ഈ പന്നി കളയുന്നു. ചെറിയ തൈകളെല്ലാം പന്നി കളഞ്ഞേക്കാം. അത് പകലാനയൊന്നും കാണിയല്ലോ അല്ലേ? പകലാന വരില്ല. ഈ രാത്രി ഇതിലെ വന്നേക്കുന്ന ഇതെല്ലാം ആന കളഞ്ഞിട്ടിരിക്കുന്ന. ഇതുപോലെ തന്നെ ഈ വലിയ വലിയ ചെടികൾ, കാപ്പിച്ചെടി ഒക്കെ ഒടിച്ചൊടിച്ചാണ് വന്നതാണ്. അതായത് ഒരാന എന്ന് പറയുമ്പോൾ ഭയങ്കര വലിപ്പമുള്ള സാധനമല്ലേ. അതിനിടയ്ക്ക് ചെറിയ തൈ വെച്ചത് മൊത്തമായിട്ടും ചില്ലറയായിട്ടും അതും കളയുന്നു. ഇതൊക്കെ ആന കളഞ്ഞിട്ടിരിക്കുന്ന, ഇതെല്ലാം ആന കളഞ്ഞേക്കുന്നതാ. 2 ഏക്കർ സ്ഥലം ഉണ്ട് എനിക്കിവിടെ. അതിൽ 1 ഏക്കർ സ്ഥലവും പൂർത്തീകരിച്ച് ആന കളഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെ എങ്ങനെ എത്ര നാളത്തെ അധ്വാനം? എത്ര നാളത്തെ കഷ്ടപ്പാടാണെന്നറിയാം. എൻ്റെ 50 വർഷത്തെ അധ്വാനമാണ്. ഇനി എനിക്ക് അധ്വാനിക്കാൻ കഴിയുമോ? കഴിയില്ലല്ലോ. 22 വയസ്സായി. ഇനി ഞാൻ അധ്വാനിക്കാൻ പറ്റുമോ? ഇപ്പോൾ
നമ്മുടെ നല്ല പ്രായത്തിൽ വെച്ചാൽ നല്ല പ്രായത്തിൽ വെച്ചതാണ്. നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ പെൻഷന് വേണ്ടി പിച്ചച്ചട്ടി എടുത്തു. അതെ. ഈ ആനയ്ക്ക് വേണ്ടി മൃഗങ്ങൾക്ക് വേണ്ടി ഇനിയിപ്പോൾ ഭിക്ഷച്ചട്ടി എടുക്കേണ്ട ഗതിയാണ് വന്നത്. ഇതല്ലേ സ്ഥിതി, കാണാലോ. ആനയ്ക്ക് വേണ്ടിയിട്ട് ഭിക്ഷ എടുക്കണം. നല്ലവണ്ണം കവുങ്ങ് കളഞ്ഞിട്ടുണ്ട് കേട്ടോ, ഒത്തിരി കവുങ്ങ് കളഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മളത് ആന നഷ്ടപ്പെടുത്തി പറയുന്നതല്ല, നേരിട്ട് തന്നെ നിങ്ങളെ കാണിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഇത് കവുങ്ങാണ്. എങ്ങനെ അവിടെ ഒരു കവുങ്ങുണ്ട്, ഇതിൻ്റെ അതൊരു കവുങ്ങാണ്. ഇവിടെ എത്ര ഒരു കൃഷിക്കാരൻ സഹിക്കും. അതെ, എന്ന് പറയാം. ഉണ്ടാക്കണം. ഇതൊക്കെ ഇന്നലെ രാത്രിത്തെ അല്ലേ? ഇതൊക്കെ ഈ രാത്രിത്തെയാണ്. ഇത് എങ്ങനെ ഈ ഇവിടെ കവുങ്ങ് ഇപ്പം കാപ്പി കവാത്ത് ചെയ്തിട്ട് ഇത്ര കവുങ്ങാന്ന് നോക്കി വെള്ളോട്ട് ഇങ്ങനെ നിരന്ന് കിടക്കും കേട്ടോ. ആന കളഞ്ഞതാ, ഇഷ്ടംപോലെ ഉണ്ട്. എത്രയോ ദിവസങ്ങൾ, എത്രയോ മാസങ്ങൾ മുന്നേ ഞാൻ പറയണതാണ് അവരോട് ഒരാളെ കാവലിന് നിർത്തുന്നത്. ഇതിന് മുന്നം തന്നെയായിട്ട് ഉള്ള സർക്കാർ ഇരുന്നപ്പോൾ ഇങ്ങനെ ആനശല്യം കൂടുന്നിടത്തിൽ ഓരോ സ്ഥലത്ത് ഓരോ പ്രദേശത്ത് ഓരോ ജോലിക്കാരെ നിർത്തുമായിരുന്നു. അന്നിങ്ങനെ ആനശല്യം ഇല്ലായിരുന്നു. ആനശല്യം ചെയ്യുന്നുണ്ടെന്ന് തോന്നിയാൽ അവിടെ ഒരു കാവക്കാരനെ നിർത്തും. അങ്ങനെയായിരുന്നു. അങ്ങനെ നിർത്തുന്നില്ല. ഇപ്പം അങ്ങനെ നിർത്തുന്നില്ല. ഇപ്പം അവരോട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആന കയറി കഴിയുമ്പോൾ വിളിച്ചോ എന്ന് പറയും. വിളിച്ച് അവരിവിടെ വരുമ്പോഴത്തേക്കും ഇതെല്ലാം തീർത്തിട്ടുണ്ടാവും. ഒരാന കയറി കഴിഞ്ഞാൽ എന്തൊക്കെ തീർക്കാൻ പറ്റാത്ത. അതുകൊണ്ട് തന്നെ ഈ കാപ്പി കവാത്ത് ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ കവാത്ത് കഴിഞ്ഞിട്ട്. അതിൽ എല്ലാം ചവിട്ടി ഓടിച്ചത് ആന ഇട്ടിരിക്കുന്ന നോക്ക്. ഇതാ ഒരു കവുങ്ങിലെ കൊല കണ്ടോ? മനസ്സിലാക്കിയാൽ മതി. ഇങ്ങോട്ട് നോക്ക്, ആന വന്നിരിക്കുന്ന വഴിയാണ്. ഇത് ആന കയറിയിട്ട് ഇത് ഓരോ ആനയാണ്. ഈ ആനേനെ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് എത്ര നാളായി എന്നറിയാം പിടിക്കാൻ പറഞ്ഞിട്ട്. ഇതാ കാപ്പീൻ്റെ ഇറങ്ങി വന്ന വഴിയാട്ടോ, തെന്നി JCB കയറി പോയ പോലെ, ടയറിൻ്റെ പാട് പോലെ. ഈ പ്രദേശം മൊത്തം കവുങ്ങ് ഒടിച്ചിട്ടേക്കോട്ടെ, ഇഷ്ടംപോലെ കവുങ്ങ് കളഞ്ഞിട്ട്. ഇനിയും കളയും. ഇതാ ഈ രാത്രി ഇനിയിപ്പോൾ ഈ കഴിഞ്ഞ രാത്രി കയറിയതാണിത്. ഞാനിപ്പോൾ അവരോട് പറഞ്ഞിട്ട് അവർ ഇവിടെ വന്നിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഞാൻ ബത്തേരിക്ക് ഒരു മരിച്ചു വീട്ടിൽ പോകേണ്ട ആവശ്യത്തിന് പോയത്. അവർ വരാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അവർ വന്നില്ലെന്ന് അറിയില്ല. ഈ ആന ഒരു വഴിക്കൂടെ തന്നെയാണ് കയറുന്നത്. അവിടെ അന്ന് JCB വെച്ച് അവരോട് കോരിയിടാൻ പറഞ്ഞിട്ട് അവർ പട്ടിക്ക് വക വെച്ചിട്ടില്ല. ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ നിലയ്ക്ക് നിർത്തുകയോ അല്ലെങ്കിൽ അവരെ പിരിച്ചു വിട്ടിട്ട് വേറെ ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെയുള്ളവരെ പിരിച്ചുവിടണം, സർക്കാർ പിരിച്ചുവിടണം. അല്ലെങ്കിൽ സർക്കാർ ഇത് നേരിട്ട് വന്ന് കാണണം. ശരിയായിട്ട് ജോലി ചെയ്യുന്നില്ല. ശരിയായ ജോലി ചെയ്യാതെയാണ് ശമ്പളം വാങ്ങുന്നത്. കാരണം ശരിക്ക് ജോലി ചെയ്യണമെങ്കിൽ ഇത്രയും നഷ്ടപ്പെടുത്തുമ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ 4 ദിവസം അവർക്ക് ഇവിടെ വന്നൊന്ന് നോക്കി കണ്ടുകൂടെ ആനയിൽ വരുന്നു എന്നുള്ളത്. ഇത് കൃഷിക്കാരൻ പറഞ്ഞാൽ വരെ അവർ അംഗീകരിക്കുന്നില്ല. അതേ സ്ഥിതിയിലേക്ക് എത്തുകയാണ് ഉദ്യോഗസ്ഥന്മാർ. അപ്പോൾ ഇനി ഞങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ളത് സർക്കാർ ഇതിന് ശരിയായ കാര്യങ്ങൾ പറയണം. ഞങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ളത്, കൃഷിക്കാരൻ എന്ത് ചെയ്യണം, ഇതിനെന്ത് ചെയ്യണമെന്നുള്ളത്. കാരണം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ ചട്ടിയെടുക്കും, ഭിക്ഷച്ചട്ടി എടുക്കേണ്ടി വരും. രക്ഷയില്ല. ഇതല്ലേ സ്ഥിതി. ഞങ്ങളുടെ ജീവിതം ഇതാണ്. ആയുസ്സുകാലം മുഴുവനും ജീവിക്കാനുള്ളതാണ് ഞങ്ങൾ ഈ കാപ്പി, ഈ അടയ്ക്ക, കുരുമുളക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചത്. ഇപ്പോൾ ഇത് രണ്ടാമത്തെ തൈ വെച്ച് വരുന്നത് ആ പന്നി അങ്ങനെ നഷ്ടപ്പെടുത്തി കൊണ്ടുവന്നു. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ആന ശല്യം ചെയ്യുന്നു. ആന തീർത്ത് കളയണം. അപ്പോൾ പിന്നെ ഞങ്ങളെങ്ങനെ ജീവിക്കും? സർക്കാർ ഇതിന് ഉത്തരവാദിത്വം പറയണം. നമ്മളിപ്പോൾ ഈ കാട്ടിലേക്ക് കിടന്ന് ഒരു തേക്കിൻ്റെ തടി എടുക്കുകയാണെങ്കിൽ ഞാൻ കേസിലായി. പിന്നെ ഒരു 10 വർഷത്തേക്ക് ഞാൻ ഇറങ്ങില്ല. ഒരു കഷ്ണം വിറകെടുത്താൽ മതി. വേണ്ട, അല്ലെങ്കിൽ ഒരു കാട്ടുമൃഗത്തിൻ്റെ നേരെ ഞാനൊന്ന് മുഴിച്ചു നോക്കിയാൽ മതി. ഞാനകത്തായി. അതിനുള്ള ഇതെല്ലാം ഇതിലെല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതിന് മാത്രം അവരൊന്നും കണ്ടിട്ടില്ല. ഇതെന്ത് ന്യായമാണ്, എന്ത് നീതിയാണ്? ഇത് ജനാധിപത്യ രാജ്യമാണോ? ഇത് സംശയമുണ്ട്. ഇതിലായിരുന്നു സ്ഥിരം കടന്നുകൊണ്ടിരുന്നത്. ഇതിലെ ഞാൻ ഇവിടെ കിടക്കുമ്പോൾ ആന നേരെങ്ങ് വരും. നേരെങ്ങ് വന്നിട്ട് ഇതിലേക്ക് കയറി പോവുക. അപ്പോൾ ഇവിടെ കിടക്കാൻ ഇല്ല, ഇവിടെ കിടക്കാൻ തന്നെ പേടിയായിട്ടാണ് ഇപ്പം ഞാൻ അങ്ങോട്ട്
അവിടെ ഒരു സകല സ്ഥലം വാങ്ങി ഞാൻ അവിടെ ഒരു വീട് വെച്ച് കിടക്കുന്നത് ഇവിടെ കിടക്കാൻ പേടിയായിട്ട്. ഞാൻ 10 വർഷം മുന്നേ ഇവിടെ ആർന്ന് താമസിച്ചുകൊണ്ടിരുന്നത് ഇത്രയും കാലങ്ങൾ. ഈ 10 വർഷം കൊണ്ടാണ് ഈ മൃഗങ്ങളുടെ ശല്യങ്ങൾ ഭയങ്കരമായിട്ട് കൂടിയേക്കുന്നത്. അത് എല്ലാ മൃഗങ്ങളും നിസാരം അങ്ങേയറ്റം ഒരു സാധനവും നട്ടുപിടിപ്പിക്കുക. ഒരു വാഴക്കൊലയൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ മയിൽ തിന്നു പോവുക. മയിൽ ഈ കാപ്പി പഴുത്താൽ ഉടൻ തന്നെ അതൊരു ചെമ്പറം കൊള്ളുമ്പോൾ നമ്മൾ പറിച്ചില്ലെങ്കിൽ പഴുക്കാൻ നിർത്തി കഴിഞ്ഞാൽ അത് മയിൽ തിന്നു പോവുക. മയിൽ കുരങ്ങായിട്ട് ഭയങ്കര ശല്യമായി മൃഗത്തിനെ കൊണ്ട്. ഞങ്ങൾക്ക് ഇതിന് നഷ്ടപരിഹാരം വരെ കിട്ടണില്ല. അതാണ് ഏറ്റവും വലിയ സങ്കടം. ഒരു നഷ്ടപരിഹാരം, നല്ലൊരു നഷ്ടപരിഹാരം കിട്ടണ്ടേ, അത് വരെ കിട്ടുന്നില്ല. ഓരോരുത്തർ വരും. ഇപ്പം ഇന്ന് 3 മാസത്തേക്ക് ഒരു പോർഷ് ഇവിടെ ഉണ്ടെങ്കിൽ അടുത്ത 3 മാസത്തിന് വേറൊരു പോർഷായിരിക്കും ഇവിടെ വരിക. അപ്പോൾ ഈ 3 മാസം കഴിഞ്ഞിട്ട് ഇപ്പം ഞാനിപ്പോൾ ഒരു അപേക്ഷ കൊടുത്തിട്ട് 10-15 ദിവസമായിട്ടുണ്ട്. ഈ 15 ദിവസത്തിനുള്ളിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വന്ന് ഈ ആന നഷ്ടപ്പെടുത്തിയേക്കുന്നത് കണക്കെടുക്കണമെന്നാണ് നിയമം. പക്ഷേ 15 ദിവസം പോയിട്ട് 3 മാസം കഴിഞ്ഞാൽ അവർ വരില്ല. അവർ അഥവാ വന്ന് കണക്കെടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ആ കണക്കും കൊണ്ട് പോകണമെന്ന് മാത്രമേ അറിയുള്ളൂ. പിന്നെ വരുന്ന വേറൊരു പോർഷാണ്. അപ്പോൾ അയാളോട് ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞ ഉത്തരവാദിത്വം അയ്യോ അതെനിക്കറിയില്ല, അന്ന് അയാൾ കൊടുത്തിട്ടുണ്ടാവുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുക. അങ്ങനെ ഈ 1-ാം വാർഡിലുള്ള മനുഷ്യർ മൊത്തത്തിൽ ഇങ്ങനെ കുടുങ്ങിയിരിക്കുക. 1-ാം വാർഡ് തന്നെയാണ് നൂൽപ്പുഴ പഞ്ചായത്ത് മൊത്തം ഇങ്ങനെ കുടുങ്ങിയിരിക്കുകയാണ്. ഒരാളെ ഇവിടെ നിർത്തുകയാണെങ്കിൽ എനിക്ക് തരേണ്ട നഷ്ടപരിഹാരത്തിൻ്റെ പകുതി പൈസ ഉണ്ടെങ്കിൽ അവനിവിടെ നിൽക്കും. അവനൊരു തൊഴിലാവും 1 മാസത്തേക്ക്. ഇത്രയും സാധനങ്ങൾ കളഞ്ഞ് ഞാനിപ്പോൾ ന്യായമായ രീതിയിൽ കേസിന് പോകാൻ എനിക്ക് പറ്റില്ല. കേസിന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിനോടല്ലേ നമ്മൾ കേസ് വാദിക്കുക. കേസിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ള പൈസ വേണ്ടേ, നമ്മുടെ ഒക്കെ പണം വേണ്ടേ. നമ്മുടെ മുതൽ നശിക്കുന്നു, പിന്നെ അവരോട് കേസ് പറയുന്നു, പിന്നെ അവരോട് തോക്കുന്നു. അപ്പോൾ ഇതൊരു 10-15 ആളൊക്കെ ഒരുമിച്ച് പോവുകയാണെന്നുള്ളിൽ ഇതിന് വിജയം ഉണ്ടാവും, കേസിന് വിജയം ഉണ്ടാവും. നമ്മളുടെ ഈ നഷ്ടപ്പെടുത്തുന്ന ആ സാധനങ്ങൾക്ക് ഏതാണ്ട് ഒരു 60% സർക്കാർ വില തരണം. അതുപോലെ തന്നെ ഈ ഭാഗത്തും ഇതുപോലെ തന്നെ വാഴയൊക്കെ ഇഷ്ടം പോലെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. വയലാണ്, കൊലയടക്കം കിടക്കണമല്ലോ. ഉണ്ടോ വാഴ പിന്നെ നിത്യസംഭവമായി മാറി അല്ലേ. വാഴയൊന്നും ഇപ്പോൾ നട്ടാൽ കിട്ടാത്ത സ്ഥിതിയായി. ഇങ്ങനെ പറമ്പുള്ള കർഷകർ ഇപ്പോൾ 1 കിലോ കായ കർഷകൻ തിരിച്ചു വാങ്ങുന്നത് 60 രൂപ വിലക്കാണ്. ഇപ്പോൾ ഈ കായൊക്കെ വാങ്ങുന്നത്, തിരിച്ചു വാങ്ങുന്നത്. പറമ്പിലെല്ലാം ആന ഉണ്ട് വേറെ. പറമ്പിലെല്ലാം ആനയും മയിൽ എല്ലാ മൃഗങ്ങളും കൂടെ കൂടിയിട്ട്, കൂരം പന്നി എല്ലാ മൃഗങ്ങളും കൂടെ കൂടിയിട്ട് പറമ്പിലുള്ള ശരിക്കും പറഞ്ഞാൽ ഈ ഗുണ്ടൽപേട്ട് എന്നൊക്കെ പറഞ്ഞത് ഫോറസ്റ്റിനോട് ചേർന്ന് നടക്കുന്ന സ്ഥലമല്ലേ. അവിടെയൊക്കെ മൊത്തം കൃഷിയല്ലേ. അവിടെ മൊത്തം കൃഷിയാണ്. വേറൊരു കാര്യമാണ്, അവിടെ ആൺപിള്ളേരാണ് ഭരിക്കുന്നത്. ഇവിടെ അതിൻ്റെ വ്യത്യാസമുണ്ട്. അവിടെ ആനേനെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനയൊന്നും ഒറ്റ ആന അവിടെ നിൽക്കില്ല മനുഷ്യനെ ഉപദ്രവിക്കണേ. അതിനൊക്കെ കേരളത്തിലേക്ക് കടത്തും വെടിവെച്ചിട്ട്. ആനയാണ് ഇവിടെ വന്ന് ഈ കളിക്കുന്നത്. ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും മറ്റുള്ളവരുമൊക്കെ കൃഷിക്കാരെ നശിപ്പിച്ചോട്ടെ എന്നുള്ള ഒറ്റ ധാരണയിലിരിക്കുക. ഈ ആനേനെ ഞങ്ങൾ പോറ്റുന്നതിൻ്റെ പൈസയെങ്കിലും ഞങ്ങൾക്ക് തരികയായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാറുണ്ട്. കൃഷിക്കാരൻ്റെ ഈ ആനേനെ പോറ്റുന്ന പൈസ മതിയായിരുന്നു. ഇതുപോലെയാണ് ഞങ്ങൾ ആനേനെ പോറ്റണത്. ഇതുപോലെ കർഷകൻ്റെ ഇതിലാണ് കാട്ടുമൃഗങ്ങളെല്ലാം വളരുന്നത്. ഈ കർഷകന് ഈ വന്യമൃഗങ്ങളെ വളർത്തുന്നതിൻ്റെ കൂലിയെങ്കിലും തരികയായിരുന്നെങ്കിൽ കർഷകനെ എങ്ങനെയും ജീവിക്കാമായിരുന്നു. ഇതിപ്പോൾ പാത്രം എടുക്കേണ്ട ഗതികേടാണ് വന്നിരിക്കുന്നത്. തെണ്ടേണ്ട ഗതികേടാണ് കർഷകന് വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ആ കർഷകൻ പറഞ്ഞ കേട്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ആ ഒരു വൈകാരികമായിട്ടുള്ള ആ ഒരു സംസാരം നമ്മൾ കേട്ടല്ലോ. അത് ആ ഒരു സെൻസിലെടുത്താൽ മതി. കാരണം ഇവർ തന്നെ മടുത്തു. ദിവസവും ഇതേ വിഷയം ഉണ്ടായി ഇതിനൊരു പരിഹാരം ഇല്ലാതാകുമ്പോൾ ആരായാലും പ്രതികരിച്ചു പോകും. നിവൃത്തിയില്ലാഞ്ഞിട്ട് അവർ പറയുന്നതാണ്. കാരണം നമ്മൾ ഈ പറമ്പ് കാണുമ്പോൾ തന്നെ അറിയാം, ഭയങ്കര വിഷമം തോന്നും. എന്തോരം കവുങ്ങായി കിടക്കുന്നതിന്, എത്ര വർഷം കൊണ്ടായി എടുക്കുന്നതാണ്. ഇതേപോലെ തന്നെ കർഷകൻ്റെ പെൻഷൻ എന്ന് പറയുന്നത് അവൻ്റെ നല്ല കാലത്ത് നട്ടുപിടിപ്പിക്കുന്ന കൃഷികളാണ്. കാപ്പിയാണേലും കവുങ്ങാണേലും തെങ്ങാണേലും ഒക്കെ.
ഇതൊക്കെ 10, 40, 50 വർഷമൊക്കെ പഴക്കമുള്ള തെങ്ങൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഓരോരുത്തരുടെ കളഞ്ഞിരിക്കുന്നത് നമ്മൾ കണ്ടത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര കാലം വിളവെടുക്കേണ്ടത്, അല്ലെങ്കിൽ എത്ര കാലം മരിക്കുന്നേരം വരെ അതിൻ്റെ അകത്ത് ഉള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു വിളവ് എടുക്കേണ്ട ഒരു കൃഷിയാണ് ആന ഒറ്റ രാത്രി കൊണ്ട് നിസ്സാരമായിട്ട് നശിപ്പിക്കുന്നത്. അത് കാണുമ്പോൾ ആർക്കാണേലും വിഷമമുണ്ടാകും. നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തിയ കർഷകരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൃഷി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം മക്കളെ പോലെ തന്നെയാണ് അവർ വളർത്തുന്നത്. അപ്പോൾ അതിനൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ അവർ വൈകാരികമായിട്ട് പ്രതികരിക്കും, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ എത്ര ആര് പ്രതികരിച്ചെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, ഇതിനൊന്നും ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. ദിവസവും ഈ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് വളരെ വിഷമം തോന്നുന്നുണ്ട്. അപ്പം ഞാനും കാരണം നമുക്കൊക്കെ വിഷമം ഉണ്ടാകാനൊരു കാരണമുണ്ട്. കാരണം ഞാനും ഇതേ ഭക്ഷണമൊക്കെ കഴിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. ഇതൊക്കെ ഏതെങ്കിലും ഒരു കർഷകൻ കൃഷി ചെയ്തുണ്ടാക്കുന്ന ഒരു വിളവായിരിക്കും. അതുപോലെ ഓരോരുത്തർ അധ്വാനിച്ചുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ കർഷകന് ഒന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മളെല്ലാവരെയും തന്നെ വായിക്കും. നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളെ മാത്രം ആശ്രയിച്ചൊന്നും ഒരിക്കലും ഈ മറ്റ് സംസ്ഥാനങ്ങളിലും ഈ പറയുന്ന പോലെ വന്യമൃഗങ്ങളുണ്ട്. ഇപ്പോൾ കർണാടകയിലൊക്കെ എടുക്കുവാണെങ്കിൽ ഗുണ്ടൽപേട്ട് ഭാഗത്തൊക്കെ ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ എങ്ങനെയാണ് ആൾക്കാർ കൃഷി ചെയ്യുന്നത്? സ്റ്റേണായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഇതിലേക്ക് കടന്നു വരട്ടെ എത്രയും പെട്ടെന്ന്. അവസാന എന്താ പറയുക, കർഷകരെല്ലാവരും ഇത് കൃഷി നിർത്തി പോകുന്നതിന് മുന്നേ എങ്കിലും ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാകട്ടെ. ഉചിതമായ സമയത്ത് തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.